പത്മനാഭസ്വാമി ക്ഷേത്ര രഹസ്യം, ഐതിഹ്യവും ചരിത്രവും. അനന്തപുരം ക്ഷേത്രത്തിന് സമീപം വസിച്ചിരുന്ന ഒരു മഹർഷി മഹാവിഷ്ണുവിനെ വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതായി പത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രം അതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നു. മുനിയുടെ വിഗ്രഹം മലിനമാക്കിയ ഒരു കുസൃതിക്കാരൻ്റെ വേഷത്തിൽ വിഷ്ണു അവനെ സന്ദർശിച്ചു. ക്ഷുഭിതനായ മുനി ബാലനെ ആട്ടിയോടിച്ചു. തപസ്സുകൊണ്ട് ഉയിർത്തെഴുന്നേറ്റ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ആ ബാലൻ തന്നെ ദൈവമാണെന്ന് മനസ്സിലാക്കി ക്ഷമയാചിച്ചു. വിഷ്ണു അവനോട് ആനത്തവന വനങ്ങളിലേക്ക് വരാൻ ആജ്ഞാപിച്ചു. ആജ്ഞ അനുസരിച്ച് മുനി അവിടെ എത്തി. ആദിശേഷനാഗിൽ ചാരി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ദൈവം അദ്ദേഹത്തെ സന്ദർശിച്ചത്. ആ സ്ഥലത്ത് തന്നെ മഹർഷിയുടെ നേതൃത്വത്തിൽ രാജകുടുംബം ഒരു ക്ഷേത്രം നിർമ്മിച്ചു. വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണ് വിഗ്രഹത്തെ വിശുദ്ധീകരിച്ചതെന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രവുമായി ഈ ക്ഷേത്രത്തിന് ശക്തമായ ബന്ധമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഗൃഹത്തിൻ്റെ സിംഹാസനത്തിൽ അനിഴം തൃപ്പൂരം കയറിയതിനു ശേഷം പുതിയ രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് ക്ഷേത്രം പുനരുദ്ധരിച്ചു. താമസിയാതെ അനിസാം ത്രിലുവം സിംഹാസനം പ്രതീകാത്മകമായി ഭഗവാൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. താനും തൻ്റെ കുടുംബവും സംരക്ഷകരും സാമന്തന്മാരും മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തൻ്റെ തീക്ഷ്ണമായ ഭക്തിയിൽ രാജകുടുംബാംഗങ്ങളുടെ പേരുകൾക്ക് പത്മനാഭസ്വാമിയുടെ സേവകൻ എന്ന തലക്കെട്ട് നൽകുമെന്നും അദ്ദേഹം വിധിച്ചു. തദ്ദേശീയമായ കേരളത്തിൻ്റെയും ദ്രാവിഡ ശൈലിയുടെയും സവിശേഷമായ ഒരു മിശ്രിതമാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ. ഗർഭഗൃഹത്തിനോ അകത്തെ ശ്രീകോവിലിനുള്ളിൽ പത്മനാഭൻ്റെ സ്വർഗീയമായ 8 തലയുള്ള പാമ്പായ ആദിശസ്നാഗിൽ വിശ്രമിക്കുന്ന ഒരു വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നുള്ള സ്രഷ്ടാക്കളിൽ ഒരാളായ ബ്രഹ്മാവ് ഒരു താമരയിൽ നിന്ന് ദൈവത്തിൻ്റെ നാഭിയിലൂടെ ഉയർന്നുവരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ ലക്ഷ്മി, സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവത, ശ്രീദേവി എന്നും വിളിക്കപ്പെടുന്ന ഭൂമിദേവി. വിഗ്രഹം വൃത്തിയായി സൂക്ഷിക്കാൻ ആയുർവേദ പേസ്റ്റ് പൂശിയിരിക്കുന്നു. ദിവ്യായുധങ്ങൾ കൈവശമുള്ള മറ്റ് ദേവതകളുടെ പ്രതിമകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അർജുനന്റെ ദിവ്യസാരഥിയായ പാർത്ഥസാരഥിക്ക് സമർപ്പിച്ചിരിക്കുന്ന തിരുവമ്പാടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പുള്ള മറ്റൊരു ശ്രീകോവിലും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. രാമൻ, സീത, ഗണേശ്, ഹനുമാൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും സമുച്ചയത്തിനുള്ളിൽ കാണാം. ക്ലോക്ക് ടവറാണ് രസകരമായ മറ്റൊരു സവിശേഷത. മേത്തൻ മണി എന്നും പറയും. ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ അധിനിവേശത്തിനെതിരായ വിജയകരമായ ചെറുത്തുനിൽപ്പ് ആഘോഷിക്കുന്നതിനാണ് 1840കളിൽ ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. മിനുക്കിയ മഹാഗണി കൊണ്ടാണ് ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് അതിമനോഹരമായ ഒരു മനോഹാരിതയുണ്ട്.